ഇവിടെ കുട്ടികളും കൂട്ടിക്കൊണ്ടുവന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ടിക്കറ്റ് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടികൾ നിന്ന് ഇവിടെ നിന്ന് കരയുക. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തിയേറ്റർ. ഈ തിയേറ്റർ AC ആണ്, സ്ഥിരം റിലീസ് സെന്ററുമാണ്. പക്ഷേ ഈ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ 99% തമിഴ് സിനിമകളാണ്. വല്ലപ്പോഴും ഒരിക്കൽ 1-2 മലയാള സിനിമകൾ പ്രദർശിപ്പിച്ചാലായി. ഞാനീ പറയുന്ന തിയേറ്ററിൽ അവസാനമായിട്ട് വന്ന മലയാള സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അതിനുശേഷം ഇപ്പോൾ സെപ്റ്റംബർ മാസമായി ഇതുവരെ ഒരു മലയാള സിനിമ ഈ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ഓണം വന്നും ഓണം റിലീസുകളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ചെറിയ ഇടവഴിയുടെ അപ്പുറത്ത് ചെറിയൊരു പുഴയുണ്ട്. ഈ പുഴയ്ക്കപ്പുറം കേരളത്തിലെ ഒരു ഗ്രാമമാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വേലന്താവളം എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം 60 വർഷത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ശ്രീ ധനലക്ഷ്മി തിയേറ്റർ ഉണ്ട്. ഇന്നും ആ ഒരു പഴമയുടെ തനിമ കാത്തു സൂക്ഷിക്കുന്ന ഒരു തിയേറ്ററാണ്. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വേലന്താവളം ശ്രീ ധനലക്ഷ്മി തിയേറ്ററിന്റെ വിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് കാണാം. അപ്പൊ എന്റെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വർഷത്തില് 99% തമിഴ് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന വേലന്താവളത്തിന്റെ സ്വന്തം ശ്രീ ധനലക്ഷ്മി തിയേറ്റർ. ശരിക്കും ഈ തിയേറ്റർ കേരളത്തിലാണെങ്കിലും ഇവിടെ സിനിമ കാണാൻ വരുന്നവരിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടുകാരാണ്. അതുപോലെ തന്നെ തമിഴ് ചുവയുള്ള മലയാളം സംസാരിക്കുന്ന ആളുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഫാൻസ് അസോസിയേഷൻ വെച്ചിരിക്കുന്ന ബോർഡുകളിലും തിയേറ്ററിന്റെ സ്ലിപ്പിലും ഒക്കെ കൂടുതലും തമിഴാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആകെ മൊത്തം ഒരു തമിഴ് ചുവയുള്ള കേരള തിയേറ്ററിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് തിയേറ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട പാർക്കിംഗ് കേട്ടോ. ഇന്റർലോക്ക് ഒക്കെ ഇട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ തിയേറ്ററിന്റെ വശങ്ങളിലായിട്ട് നമുക്ക് 2 വീലറും പാർക്ക് ചെയ്യാൻ സാധിക്കും. ഈ സൈഡിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ നമുക്ക് പാലക്കാടൻ മലനിരകളൊക്കെ കാണാം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ. ശരിക്കും ഒരു ചെറിയ ചാറ്റൽ മഴയോടെ ഉണ്ടെങ്കിൽ അന്യായ രസമായിരിക്കും ഈ ഒരു കോമ്പൗണ്ടിൽ നിൽക്കാനൊക്കെ. എപ്പോഴും ഒരു തണുത്ത കാറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി തിയേറ്ററിന്റെ ബിൽഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി 1958 തുടങ്ങിയ ഒരു തിയേറ്റർ ആണ്. ആ കാലത്തെ ഒരു ലുക്ക് തന്നെയായിരുന്നു ഏകദേശം ഒരു 10-12 വർഷം മുന്നേ വരെ ഈ തിയേറ്റർ നിലനിന്നിരുന്നത്. അപ്പൊ ഈ ഫ്രണ്ടിലേക്കൊക്കെ ഇപ്പൊ ACP വർക്കൊക്കെ ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു ന്യൂജൻ ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഓറഞ്ച് അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഒരു ACP വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ശ്രീ ധനലക്ഷ്മി സിനിമാസ് AC DTS കൊടുത്തിട്ടുണ്ട്. മുന്നേ ഇതൊരു DTS തിയേറ്റർ ആയിരുന്നിരിക്കും, അതുകൊണ്ടായിരിക്കാം ഈ ഒരു DTS എന്ന ഒരു ലേബലിംഗ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ബോർഡുകളൊക്കെ ആക്ച്വലി തമിഴിലാണ്. ജെൻസ് അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഇതെല്ലാം തമിഴിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ടിക്കറ്റ് റിസർവേഷൻ ഒന്നുമല്ല, നമ്മുടെ സാധാ പഴയ രീതിയിലുള്ള സ്ലിപ്പ് കൊണ്ടുള്ള ടിക്കറ്റ്സ് ആണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ UPI വഴിയോ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് പേയ്മെന്റ് വഴിയോ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വരാന്തയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പിറകിലായിട്ട് ചെറിയ മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ചെറിയ ക്യാൻറ്റീനും കാണാൻ സാധിക്കും. ക്യാൻറ്റീൻ എന്ന് പറയുമ്പം അധികം ഐറ്റങ്ങളൊന്നുമുള്ള വലിയ ലക്ഷറിയസ് ആയിട്ടുള്ള ക്യാൻറ്റീൻ അല്ല. സാധാരണ ചായയും അതുപോലെ തന്നെ ചെറിയ സ്നാക്സും അതുപോലെ തന്നെ പൊരി ഐറ്റംസ് ഒക്കെയുള്ള ചെറിയൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ക്യാൻറ്റീനാണിത്. അതുപോലെ തന്നെ ഈ വരാന്തയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുവശങ്ങളിലായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റിലേക്കും എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വരാന്തയിലൂടെ തന്നെയാണ് നമ്മുടെ ഈ തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഒരു എൻട്രൻസും വരുന്നത്. ശരിക്കും വരാന്ത ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പണ്ട് നമ്മുടെ ചില സ്കൂളുകളുടെയൊക്കെ വരാന്തയായിട്ടൊക്കെ ഒരു സിമിലാരിറ്റി തോന്നുന്ന അത്തരത്തിലുള്ള വരാന്തയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ധനലക്ഷ്മി തിയേറ്ററിൻ്റെ മുൻവശം കണ്ടപ്പം നല്ല മനോഹരമായി ACP വർക്കൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു പുതിയ രീതിയിലാണെങ്കിൽ സൈഡിലെ വരാന്തയിലേക്ക് വന്നപ്പം അവിടുത്തെ മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഹാളിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ വർഷം അങ്ങ് പിന്നോട്ട് പോയൊരു ഫീലാണ് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ആ ഒരു ഡോറിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു തിയേറ്റർ ഫ്രണ്ടിൽ നിന്ന് കണ്ട പോലെയല്ല, ശരിക്കും അല്പം ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു നിർമ്മിതിയാണ്. ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 6.5 അടി മാത്രമാണ് ഈ ഒരു കട്ടിളപ്പടിയുടെ ഹൈറ്റ് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഹാളിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ആദ്യമേതാ
ഫ്ലോറിലേക്ക് വരാം. ഫ്ലോർ നമ്മുടെ റെഡ് ഓക്സൈഡ് ഇട്ടിട്ടുള്ളൊരു ഫ്ലോറാണ് കേട്ടോ. ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പിന്നിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു 8 അടി ഹൈറ്റിൽ റെഡ് കളറിലുള്ള ആ ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ചെറിയ ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ എക്കോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർമാർ ചെയ്തതായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് കളറിലുള്ള പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു AC വെൻറ്റ് കാണാൻ സാധിക്കും. പണ്ട് ഇതൊരു നോൺ AC തിയേറ്റർ ആയിരുന്നു, പിന്നീട് AC ആക്കിയതാണ്. അതുപോലെ തന്നെ അതിന് ടോപ്പിലായിട്ട് സ്പീക്കറുകൾ കാണാൻ സാധിക്കും. ശരിക്കും ഈ സ്പീക്കറുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹാളിൻ്റെ ഏറ്റവും ടോപ്പിലോട് ചേർന്നിട്ടാണ് കേട്ടോ. അതായത് ഈ ഹാളിൻ്റെ ഒരു ഹൈറ്റ് കുറവിൻ്റെ പരിമിതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ തിയേറ്റർ ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടുള്ള ആ ഒരു അക്വസ്റ്റിക് വർക്കുകളും ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ 2 സൈഡിലും കുറച്ച് സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജി വരുന്ന ഹാള് തന്നെയാണ് കേട്ടോ. ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 297 സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത്. അതുപോലെ തന്നെ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ടിക്കറ്റ് ചാർജാണ്. അപ്പോൾ ഞാൻ ആ സീറ്റുകളുടെ കംഫോർട്ട് കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഹാളിലെ ഏകദേശം ഒരു 4 നിര സീറ്റുകൾ ഈ കാണുന്ന മോഡൽ സീറ്റുകളാണ്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന സീറ്റുകളാണ്. പക്ഷേ ഹെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നല്ല കുഷ്യനാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നില്ല. പഴയ രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ മറ്റ് സീറ്റുകൾ, അതായത് ഈ 4 നിര കഴിഞ്ഞാൽ വരുന്ന സീറ്റുകൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ബ്ലൂ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനുള്ള സീറ്റുകളാണ്. ഇതും നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. പക്ഷേ നല്ല ലെഗ് സ്പേസ് ആണ്. കാല് നമുക്ക് മുന്നോട്ടേക്ക് മാക്സിമം നീട്ടി വെച്ചിരിക്കാൻ പറ്റും. അത്രയും ലെഗ് സ്പേസ് ആണ്. ശരിക്കും ഒരു തിരക്കൊക്കെ കുറവുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ഇരുന്ന സിനിമയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അതുപോലെ ഈ സീറ്റുകൾ ശരിക്കും പിടിപ്പിച്ചിരിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം, അതായത് ഇരുമ്പിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. തിയേറ്റർ ആക്ച്വലി കേരളത്തിലാണെങ്കിലും ഇവിടെ വരുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അതുപോലെ ഭൂരിഭാഗം സിനിമകളും തമിഴ് സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ്സിലൊക്കെ നമുക്ക് 3 ലാംഗ്വേജും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു സ്പീക്കറും അതുപോലെ തന്നെ വാൾ ഫാനും കാണാൻ സാധിക്കും. ശരിക്കും സീലിങ്ങിലും ഫാനുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഹാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ആ ഒരു ബാക്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഹൈറ്റിൻ്റെ പരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നാണ്. അതുപോലെ ഏകദേശം താഴെ എൻ്റെ ഒരു എന്താ പറയുക മുട്ടിൻ്റെ ഹൈറ്റ് വരെ സ്ക്രീൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേജ് എന്ന് എടുത്ത് പറയത്തക്ക രീതിയിലൊരു സംഭവമില്ല. വളരെ ചെറിയൊരു സ്റ്റേജാണുള്ളത്. അതിൽ മറവൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ മുള്ളുകമ്പിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ആളുകളൊക്കെ ഓടി അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു മുള്ളുകമ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 30 അടി വീതിയും അതുപോലെ തന്നെ 15 അടിയോളം ഹൈറ്റുമുള്ള നല്ല സിൽവർ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് HD പ്രൊജക്ഷനാണ്. എപ്സണിൻ്റെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്. ക്യൂബാണ് ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡറായിട്ട് വരുന്നത്. സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 5.1 സൗണ്ട് സിസ്റ്റമാണ്. ഇവിടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ DTS സൗണ്ട് സിസ്റ്റം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടുത്തെ പ്രൊജക്ഷൻ റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലുള്ളൊരു ഹാള് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രിച്ചിക്കടുത്തുള്ള ശ്രീരംഗം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പഴയ തിയേറ്ററിലാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഹാളിൻ്റെ ആ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തമിഴ് ശൈലിയിലുള്ള പഴയ തിയേറ്ററുകൾ, ഒരു നാട്ടുമ്പുറത്തെ തിയേറ്ററുകളൊക്കെ സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തൂടെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു തിയേറ്ററാണ്. ആയിരത്തി 1958 ശ്രീ ഗോപാല മന്നാടിയാരാണ് ഈ തിയേറ്റർ ഈ ഗ്രാമത്തിൽ തുടങ്ങിയത്. അതിനുശേഷം ഇവരുടെ കുടുംബത്തിലൂടെ തന്നെ കൈമറിഞ്ഞു വന്നിട്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണനാണ് ഈ തിയേറ്റർ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിലെ ഈ ആളുകളുടെയൊക്കെ ഏറ്റവും വലിയൊരു വിനോദ ഉപാധി കൂടിയാണ് ഈ ഒരു തിയേറ്റർ. ഇന്നും ആ ഒരു പഴമയുടെ തനിമയിൽ ഈ തിയേറ്റർ നടത്തിക്കൊണ്ടു പോകുന്നത് ഇദ്ദേഹമാണ്. സാർ നമസ്കാരം. അപ്പോൾ ഈ തിയേറ്റർ എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം, അതുപോലെ തന്നെ സാറിൻ്റെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? 1958 മുത്തശ്ശൻ അന്ന് ഈ തിയേറ്റർ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ടിക്കറ്റ് വാങ്ങിയത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് സരസ്വതി പറയും. നമ്മുടെ ചേച്ചിയാണ് ധനലക്ഷ്മി. അപ്പോൾ അവരുടെ പേരിൽ, മൂത്ത മകളുടെ പേരിൽ അന്ന് അങ്ങനെ തുടങ്ങിയ സ്ഥാപനമാണത്. അതായത് 1958 മുത്തശ്ശൻ തുടങ്ങി. മുത്തശ്ശന് ശേഷം മൂത്ത അമ്മാവനായിട്ടുള്ള കൊച്ചുകൃഷ്ണൻ മന്നാടിയാർ പറയും, അങ്ങേര് കുറേ കാലം നടത്തി. പിന്നെ മൂപ്പര് മരിച്ചതിന് ശേഷം അവരുടെ മകൻ വേണുഗോപാൽ പറയും, അങ്ങേര് നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇത് സ്ഥാപനം വിലയ്ക്ക് വാങ്ങണത്. 6 വാങ്ങുന്ന സമയത്ത് ബിൽഡിങ്ങിൽ അന്നത്തെ രീതിയിലുള്ള
സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇരിക്കുന്ന ചെയറുകളും കാര്യങ്ങളും സീലിംഗ് എല്ലാം പഴയ ഒരു മെത്തേഡിലായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ ഓരോരോ കൊല്ലങ്ങൾ കൂടുന്നതനുസരിച്ച് അതിനെ വ്യത്യാസപ്പെടുത്തി അതിൻ്റെ സീലിംഗ് ആയാലും സീറ്റ് അറേഞ്ച്മെൻ്റ് ആയാലും സൗണ്ട് സിസ്റ്റങ്ങളായാലും പ്രൊജക്ടറായാലും എല്ലാറ്റിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ രീതി വരയ്ക്ക് എത്തി നിർത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ MGR ഒരു ഭയങ്കര ഒരു ഫാനാണ്. MGR പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ MGRയുടെ വീട് വടവന്നൂർ, അവരുടെ തറവാട്ട് വീടുണ്ട്. അപ്പോൾ വീട് അവർ മറ്റേ ഒക്കെ റിനോവേറ്റ് ചെയ്തിട്ട് സൈദൈ ദൊരസ്വാമി പറഞ്ഞിട്ട് മദ്രാസിൽ നിന്ന് പഴയ മേയർ ആയിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് അതൊക്കെ റിനോവേറ്റ് ഒക്കെ ചെയ്ത് അതൊക്കെ പുതുക്കിയപ്പോൾ ആ വീട്ടിലേക്ക് വെക്കാനുള്ള MGRയുടെ പഴയ ഫോട്ടോ കളക്ഷൻ നമ്മുടെ ഒരു സുഹൃത്ത് മുഖാന്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളക്ഷനൊക്കെ എടുത്തു കൊടുത്തിട്ട് അവർക്ക് ഫോട്ടോസ് എടുത്ത് കൊടുക്കണതിൻ്റെ കൂടെ ഓരോ കോപ്പി നമ്മുടെ തിയേറ്ററിൽ വെക്കണം എന്നുകൊണ്ട് നമ്മുടെ അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പഴയ ഫോട്ടോ കളക്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചതാണത്. അതിനുശേഷം ഒരുപാട് MGR, ശിവാജി പടങ്ങൾ, ജമിനി ഗണേശൻ ഈ തിയേറ്ററിലേക്ക് മറ്റേ വാണിശ്രീയും ഈ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്, സിനിമ കണ്ടിട്ട് പോയിട്ടുണ്ട്. കൊയ്യാമ്പാറ രവിരാജ് തിയേറ്റർ ഉദ്ഘാടനത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് ഇവിടെ വന്ന് സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് നേരം ഇവിടെ നിന്ന് കണ്ടതിന് ശേഷമൊക്കെ പോയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്. നമുക്ക് ഈ പഴയ കാലം, പഴയ രീതികൾ, പഴയ വാഹനങ്ങൾ, പഴയ നൊസ്റ്റാൾജിയുള്ള എല്ലാ മറ്റേ വാഹനങ്ങളായാലും പഴയ ബുള്ളറ്റുകൾ, പഴയ അംബാസഡർ, കോണ്ടസ, അതുപോലുള്ള കാളവണ്ടി, കുതിരവണ്ടി, പഴയതിനോട് നമ്മൾ ഇരിക്കുന്ന വീടും കൂടെ പഴയ ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അത് നമുക്ക് ഈ സ്ഥാപനവും അതുമാതിരി 58-ൽ തുടങ്ങിയതിൻ്റെ ആ സ്ഥാപനത്തിന് അങ്ങനെ തന്നെ പഴയ രീതിയിൽ തന്നെ ആ സ്ട്രക്ചർ ഇരുന്നുകൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ അതിനെ കൂടുതലായിട്ട് അതിനൊന്നും മാറ്റാനോ മറിക്കാനോ ഒന്നും ചെയ്യാതെ ആ പഴയ കാലത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നോ, തുടക്കകാലത്തിൽ 58-ൽ എങ്ങനെ ഉണ്ടായിരുന്നോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട് ഒരു ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ മുകളിൽ മറ്റേ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള അതിലേക്ക് ആ മഴ നനഞ്ഞിട്ട് അത് വൃത്തികേടായിട്ട് ബലക്ഷയം സംഭവിക്കേണ്ട എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഈ ഫ്രണ്ട് അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അല്ല, ഈ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് അതിനൊന്ന് വേറൊരു രീതിയിലൊന്നും ചെയ്താൽ അത് വൃത്തികേടാകും. അപ്പോൾ അതിനു വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം പഴയ രീതിയിൽ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. പണ്ട് ഇപ്പോൾ ഒരു 15 കൊല്ലം മുമ്പ് നമ്മുടെ ഈ ഓട്ടോറിക്ഷകളും ബാക്കിയുള്ള വണ്ടികളൊന്നും കിട്ടാതിരുന്നത് കാലത്തിന് വരയ്ക്കും ഇവിടെ കാളവണ്ടിയിൽ, സവാരി വണ്ടിയിൽ സെക്കൻഡ് ഷോവിനൊക്കെ വരുന്നത് കാളവണ്ടിയിലായിരിക്കും. 10, 15, 20 വണ്ടി കാളവണ്ടികളായിരിക്കും പുറത്തു കൊണ്ടുവന്ന് അഴിച്ചു വിട്ടിട്ട് സിനിമ കഴിഞ്ഞിട്ട് അവർ കാളവണ്ടിയിലാണ് തിരിച്ചു പോവുക. അന്നൊക്കെ രാത്രി സിനിമകൾ കഴിയണ സമയത്ത് തന്നെ 1 മണി 1:30 മണിയാകും. ഈ വലിയ പടങ്ങളൊക്കെ 3 മണിക്കൂർ 3.25 മണിക്കൂർ വലിയ പടങ്ങളും ഡെപ്തായിട്ടുള്ള പടങ്ങളായതുകൊണ്ട് അത് പടം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട് പോയി എത്തുന്ന സമയത്ത് വീട്ടിൽ മിക്കവർക്കും പാല് കറക്കാനുള്ള രാവിലെ വെളുപ്പിന് 3 മണിക്ക് 4 മണിക്ക് പാല് കറക്കേണ്ടവർക്ക് ആ സമയത്ത് അതൊക്കെ ആയിരുന്നു പോയി വീട് പോയി എത്തുക. ആ കാലഘട്ടം അതൊക്കെ ഒരു ഓർമ്മകൾ. മുത്തച്ഛൻ്റെ കൂടെ സിനിമാ തിയേറ്ററിലേക്ക് ഞങ്ങളെ ചെറുതായിരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നതും അതൊക്കെ നമുക്ക് ജീവിതത്തിലൊരു ഓർമ്മയായിട്ട് ആ മുത്തച്ഛൻ്റെ ആ ഇരുന്ന അതേ രൂപത്തിലുള്ളത് ഈ ഓഫീസ് റൂമിൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക. അത് തന്നെ നമ്മളിപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു 15 to 20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാ ജനങ്ങൾക്കും വന്നു പോയിക്കൊണ്ടുന്ന ഒരു സ്ഥാപനമാണിത്. അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ പരിസരങ്ങളിൽ അപ്പുറം ഇപ്പുറമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇല്ല, നിർത്തിപ്പോയി. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കാലഘട്ടം നമ്മുടെ ഇത് 58 മുതൽ ഇപ്പോൾ ഈ 2024 വരയ്ക്കും ഒരു കുഴപ്പങ്ങളില്ലാതെ വലിയ എന്താ പറയുക ആശ്വാസമൊന്നും ഇല്ലെങ്കിലും ആ പഴയ രീതിയിൽ തന്നെ അത് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട കാലത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്ട്രക്ചറിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അത് അങ്ങനെ തന്നെ ഒറിജിനാലിറ്റിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിനുള്ളിൽ ഇൻറ്റീരിയറിൽ സീലിങ്ങുകൾ പഴയ കാലങ്ങളിലൊക്കെ ചാക്ക് പോലുള്ള സീലിങ്ങുകളും ബാക്കിയുള്ളതൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ സൗണ്ട് സിസ്റ്റങ്ങൾ പഴയ അഹുജ എന്നുള്ളതെന്നൊക്കെ മാറിയിട്ട് അതിൻ്റെ ആംപ്ലിഫയറുകളും പ്രൊജക്റ്റുകളൊക്കെ മാറ്റി പഴയ നമ്മുടെ വെസ്റ്റക്സ് പ്രൊജക്ടറായിരുന്നു അന്നുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റി ഇപ്പോൾ നമ്മുടെ ഡിജിറ്റലിലേക്ക് വന്നിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് അന്ന് പ്രിൻ്റ് ഉണ്ടായിരുന്ന കാലത്ത് പ്രിൻ്റിൽ ഓടിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അത് കിട്ടാനില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊരു ആവശ്യം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി ഉള്ളിലുള്ള ബാക്കിയുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റുകളും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്നുകൂടി മാറ്റിയിട്ട്
അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്നുള്ള രീതിയിലേക്ക് കരുതിയിരിക്കുകയാണ്. അതായത് ഇവിടെ നമ്മുടെ ഈ പരിസരങ്ങളിൽ മുഴുവൻ ഓഡിയൻസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നത് കൂടെ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് മലയാള പടമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിജയ് പടമാണെങ്കിലും ശരി, ഇപ്പോൾ രജനീകാന്ത് പടമാണെങ്കിലും പോസ്റ്റർ നമ്മൾ ഒട്ടിക്കണതിൽ എഴുതി വരുന്ന ലാംഗ്വേജ് മലയാളമാണെങ്കിൽ രജനീകാന്തിൻ്റെ മലയാള സിനിമയാണോ പറഞ്ഞിട്ട് അവർക്ക് സംശയം. അപ്പോൾ ഞാൻ തമിഴ്നാട് എന്നുകൊണ്ട് തമിഴ് പടങ്ങൾക്കും തമിഴ് പോസ്റ്റർ തന്നെയാണ് ഒട്ടിക്കാറ്. പിന്നെ 90% തമിഴ് പടങ്ങൾ മാത്രമേ കളിക്കാനും സഹായിക്കാറുള്ളൂ. മലയാള പടങ്ങൾ അത്യാവശ്യം വിരലിലുണ്ടാകുന്ന പടങ്ങൾ മാത്രമേ കൊല്ലത്തിൽ 1, 2, 3 പടങ്ങൾ, ഏതെങ്കിലും അത്രയ്ക്കൊരു സ്റ്റാർ വാല്യൂം അത്രയും ഒരു പബ്ലിസിറ്റി ആയിട്ടുള്ള പടങ്ങൾ മാത്രമേ നമ്മൾ മലയാള പടം കളിക്കുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ സാഹചര്യം. ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അതായത് ഇവിടെ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഫാമിലി ആയിട്ട് കുറേ പാവങ്ങളായിട്ട് നാട്ടിൻ പുറത്തുനിന്ന് വരുന്നവർ ഇവിടെ കുട്ടികളും കൂട്ടിക്കൊണ്ടുവന്ന് വന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ടിക്കറ്റ് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടികൾ നിന്ന് ഇവിടെ നിന്ന് കരയുക. അപ്പോൾ അതുപോലുള്ള പ്രവണതകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഞാനിപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയെ നിർത്തി. ഇവിടെ വന്ന് നേരിട്ട് വന്ന് കൗണ്ടറിൽ കൂടെ ആ പഴയ കാലത്ത് എങ്ങനെയാണോ ആ പഴയ ടിക്കറ്റ് നമ്മൾ മറ്റേ പ്രസ്സിൽ കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൊടുക്കണം അതേ ടിക്കറ്റ് തന്നെയാണ്. നമ്മൾ ഓൺലൈനിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് ഇതിന്ന് മെഷീനിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്ന സംഭവമൊന്നുമില്ല. അതിപ്പോഴും നമ്മൾ നേരിട്ട് പ്രസ് കൊടുത്ത് ടിക്കറ്റ് അടിച്ച് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊടുക്കുന്ന ടിക്കറ്റ് സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റണം ചെയ്യണം എന്നൊക്കെ ഒരുപാട് മറ്റേ കമ്പനികൾ എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും അത് ഇതുവരെയ്ക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാലം ഇനിയിപ്പോൾ എങ്ങനെ എന്തൊക്കെയാണ് പറയണമെന്ന് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഒക്കെ മാറ്റങ്ങൾ ഇനിയിപ്പോൾ വേണ്ടി വന്നാൽ അതിലേക്ക് ജനങ്ങളൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇനിയും ദീർഘകാലം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ ഇത്ര ദൂരം വന്ന് കണ്ട് ഇതിനെ കുറിച്ച് ചോദിക്കാനും മനസ്സിലാക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ മറ്റേ 3 സ്ഥലത്ത് നിന്ന് ഒരാൾ മലപ്പുറം, ഒരാൾ തൃശ്ശൂർ, ഒരാൾ എറണാകുളം ഇതുമാതിരിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഈ പരിപാടി ഒന്ന് നടത്തി ഷൂട്ട് ചെയ്തും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വന്നിട്ടുള്ള നിങ്ങളുടെ മനസ്സിനും വലിയൊരു നമസ്കാരം. തീർച്ചയായിട്ടും നന്ദി. അപ്പോൾ നമ്മൾ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ കൂടി നമ്മൾ സാറിന് കൈമാറുകയാണ്. ധനലക്ഷ്മി സിനിമ തിയേറ്ററിൻ്റെ പരിസരവാസിയാണ് ഞാൻ. സിനിമ തിയേറ്റർ സിനിമ കാണാനും കുഴപ്പമില്ല, സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ലതാണ്. എൻ്റെ പേര് കണ്ണൻ, ഞാൻ തൊട്ട ടൈലർ ഷോപ്പാണ്. ഞാനും 10-30 വർഷമായിട്ട് ഈ തിയേറ്ററിൻ്റെ ഈ പരിസരത്ത് ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം ഈ ഗ്രാമത്തിന് ഏകദേശം ആൾക്കാരൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. ചെറിയൊരു ചാർജാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി മക്കളോട് എല്ലാവരും വരാനും എന്തുകൊണ്ട് വന്നവരുടെ അടുത്ത് ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ കുഴപ്പമില്ല, സൗണ്ടും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ബാക്കി എല്ലാം കൊണ്ടും കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾക്കും വരുന്നവരുടെ തീരുമാനങ്ങൾ അഭിപ്രായം. ആ വിശ്വരൂപം സിനിമയൊക്കെ വന്ന് ഇവിടെ എവിടെ റിലീസാകാതെ ഈ ധനലക്ഷ്മി തിയേറ്റർ റിലീസായിട്ട് ക്യാപ്റ്റൻ പ്രഭാകരൻ വന്നിട്ട് ബാദ്ഷ ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം പഴയ പടങ്ങളും നല്ല സൗണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ ഈ പഴയ ഇതുകളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങൾ എല്ലാതും